ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ വർഷ രേവതിയോട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോയി. ഉമ്മയൊക്കെ കൊടുത്ത് അകത്തേക്ക് പോയപ്പോൾ രേവതി പറയാണ് സച്ചിയോട്, അവൾ എൻ്റെ കൂടപ്പിറപ്പാണ് സച്ചേട്ടാ. എൻ്റെ ദേവുവിനെക്കാട്ടിലും കൂടുതൽ ഒരുപക്ഷെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും. അവൾ എൻ്റെ മാത്രമല്ല സച്ചേട്ടനെയും കൂടി കൂടപ്പിറപ്പാണെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശ്രുതി എല്ലാവരും പോയി. ശ്രുതിനെ കാത്തിട്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി വന്നിട്ടില്ല. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കും, മോളെ ശ്രുതി ഇതുവരെ വന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല പറയും. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ശ്രുതി വന്നുമില്ലല്ലോ, എന്താ അവൻ വരാത്ത ചോദിക്കുമ്പോൾ അറിയില്ല അങ്കിൾ, ഞാൻ വിളിച്ചു. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ അവളെ ഒന്ന് വിളിച്ചു നോക്ക് പറയുമ്പോൾ പറയും, ഞാൻ വിളിച്ചു, ഒരു ഡീലറെ കാണാൻ പോയൊക്കെ വരാൻ ലേറ്റ് ആവും എന്നാണ് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, ആര് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് അച്ഛമ്മ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ചോദിക്കും, സത്യം പറ ശ്രുതി, നീയും ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. ഇല്ല അങ്കിൾ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ശ്രുതി വരും, നിങ്ങളിങ്ങനെ കാത്തുകെട്ടി കിടക്കണ്ട, ശ്രുതി വരുമ്പോൾ ഞാൻ കാത്തിരുന്നോളാം, നിങ്ങൾ പോയി കിടന്ന അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എത്രയും പെട്ടെന്ന് അച്ഛമ്മേനെയും അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പ്ലാനിങ് ആണ്. പക്ഷെ അവർ പോണില്ല. രവീന്ദ്രൻ പറയും, എനിക്ക് എന്താണാവോ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെയാണ്, രാത്രി കിടന്ന് ഉറക്കേ വരില്ല, അവൻ വരാതെ എനിക്കൊരു സമാധാനം ഇല്ല, കാരണം അവനൊരു പൊട്ടനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയും, നീ ഉറങ്ങാത്തത് വേറെ ഒന്നല്ല, നിനക്ക് നിൻ്റെ ചന്ദ്ര അടുത്തില്ലാത്തതിൻ്റെ വിഷമം അല്ലാണ്ട് വേറെ ഒന്നല്ല എന്നൊക്കെ പറയും. അപ്പോൾ അല്ല അമ്മ, എനിക്ക് എന്തോ മനസ്സിലേക്കൊരു വിഷമമുണ്ട്, മനസ്സിലേക്കൊരു പേടിയുണ്ട്, ശ്രുതിയെ കാണാനില്ല, എന്താ ഇപ്പോൾ ചെയ്യുക പറയുമ്പോൾ ശ്രുതി പറയും, അങ്കിളെ പോയി കിടന്നോ. അപ്പോൾ പറയും, ശ്രുതി വന്നു കഴിഞ്ഞാൽ എത്ര ലേറ്റ് ആയാലും എന്നെ വിളിച്ച് വിവരം പറയണം കേട്ടോ പറയും, എന്നെ നീപ്പിക്കണം കേട്ടോ പറയും. ആ ശരി അങ്കിളെ, ശ്രുതി വന്നാൽ ഞാൻ അങ്കിളിനെ നീപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ പറയും. അപ്പം അച്ഛൻ പറയും, ശ്രുതി നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും നീ കോലം വരച്ചിട്ടുണ്ടാവണം, നീ ഇവിടുത്തെ പണികൾ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടാവണം, ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുറ്റത്ത് കോലം ഉണ്ടാവണം കേട്ടല്ലോ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നിനക്ക് പണികളുണ്ട്. ശരി അച്ഛമ്മേ, ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ഇവരകത്തേക്ക് പോയി. ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വരും, എന്തെങ്കിലും ആൻ്റണി വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആൻ്റണീനെ വിളിച്ചിട്ട് ആൻ്റണി ഫോൺ എടുക്കണേ ഇല്ല. ഈ സമയത്ത് നീലിമയുടെ അവിടെ ശ്രുതി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഒന്ന് നിർത്തുമോ നിൻ്റെ ഈ കാളരാഗം, ദൈവമേ, ഒരു 100 പാട്ടോളായി ഇപ്പോൾ ഇവനെ കൊണ്ട് പാടിപ്പിക്കുന്നു, ഇമാതിരി പാട്ടൊക്കെ എങ്ങനെ സഹിച്ച് നമ്മൾ ഇത്ര നേരം നിന്നെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. അപ്പോൾ നീലിമ പറയാണ്, ശ്രുതി പൈസ കൊണ്ട് വരും, നമുക്ക് കാത്തിരിക്കല്ലേ, ഇല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കാലോ എന്നൊക്കെ പറയാണ് നീലിമ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ വീണ്ടും ശ്രുതി ആൻ്റണിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ്റണി ഫോൺ എടുക്കണില്ല. അപ്പോൾ എല്ലാവരും പോയി കിടന്നു. സച്ചി മുകളിൽ കോണിയുടെ മുകളിൽ നിൽക്കുന്ന സമയത്താണ് ശ്രുതി ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ വിളിക്കുന്ന സമയത്ത് ആനന്ദ് വിളിക്കുന്നത് ശ്രുതിനെ. അപ്പോൾ എന്താ ആനന്ദ്, എന്തെങ്കിലും വിവരം കിട്ടിയോ ചോദിക്കും. വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറയും, ഇല്ല, ശ്രുതിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. ഇല്ല ആനന്ദ്, എന്തെങ്കിലും ചെയ്യണം ശ്രുതി പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ശ്രുതിയുടെ ജീവൻ അപകടത്തിലാവുമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണം, എനിക്കറിയാം ആനന്ദേ, എനിക്കറിയാകില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ നിൽക്കണം, എൻ്റെ ശ്രുതിനെ അപായപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്തായാലും ശ്രുതിനെ കണ്ടെത്തി തന്നെ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിനെ കാണാനില്ല, ശ്രുതിനെ തട്ടിക്കൊണ്ടുപോയത് കണ്ടുപിടിക്കുമെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ സച്ചി നിന്ന് കേൾക്കണം. അപ്പോൾ സച്ചി ഞെട്ടിപ്പോവും ശ്രുതിനെ കാണാനില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ. അപ്പോൾ സച്ചി വിചാരിക്കുകയാണ്, ദൈവമേ ശ്രുതിയെ കാണാനില്ലേ. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കും, പാർലട്ടെത്തി എന്താ ശ്രുതിയെ കാണാനില്ല എന്ന് പറയണ, ശ്രുതിയെ കാണാനില്ലെങ്കിൽ നിനക്കെന്താ ചോദിക്കുക. അപ്പോൾ എനിക്കെന്താന്ന്, എൻ്റെ ഏട്ടനല്ലേ. ഓ പിന്നെ ഒരു ഏട്ടൻ വന്നേക്കൊണ്ട് നീ എന്തെങ്കിലും ശ്രുതിക്കൊരു സമാധാനം കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ശ്രുതിയോട് ഇത്തിരി സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടുണ്ട്, നീ എന്നും ശ്രുതിയെ കളിയാക്കാനല്ലേ നിന്നിട്ടുള്ളൂ ചോദിക്കുമ്പോൾ, സത്യം പറ, ഇതൊന്നും ഒരു ഒഴിവുകഴിവല്ല, പാർലമെൻറ്റിൽ ശ്രുതിയെ കാണാനില്ലേ, ശ്രുതി എവിടെ ചോദിക്കുക. അതന്നെ എനിക്കും അറിയാത്ത, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ, ശ്രുതിയെ കാണാനല്ലേ, ശ്രുതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കല്ലേ ചോദിക്കും. അപ്പോൾ ഈ സച്ചിയുടെ ശബ്ദം പൊങ്ങുമ്പോൾ അകത്ത് നിന്ന് അച്ഛമ്മ രവീന്ദ്രനൊക്കെ, എൻ്റെ ശ്രുതിയെ കാണാനില്ലെന്നോ, ശ്രുതിനെ തട്ടിക്കൊണ്ടുപോയി, ആരെ തട്ടിക്കൊണ്ടുപോയി ചോദിച്ചിട്ട് രവീന്ദ്രൻ ഓടി വരും. അപ്പോൾ ശ്രുതി പറയും, അറിയില്ല അങ്കളെ, ശ്രുതിനെ ആരോ തട്ടിക്കൊണ്ടുപോയി, എന്താണ്ടായി ശ്രുതി ഉള്ള കാര്യം പറയും. അപ്പോൾ അച്ഛമ്മ പറയും, രാവിലെ ശ്രുതി പാർക്കിലിരിക്കുകയായിരുന്നു. എത്ര മണിക്ക് ഈ സംഭവം നടന്നത്, 10-നും 11-നും ഇടയിലാണ് രാവിലെ ശ്രുതി പാർക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ 2-3 ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ആനന്ദ് പറഞ്ഞത്. അപ്പോൾ ആര് തട്ടിക്കൊണ്ടുപോയെന്നറിയാം, അറിയില്ല എന്ന് പറയും. അപ്പോൾ നീലിമയാണെന്ന് ശ്രുതിക്ക് അറിയാമെങ്കിലും ശ്രുതി പറയില്ല. മനസ്സിൽ വിചാരിക്കേണ്ട നീലിമ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാവും, പിന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്ത് പറയേണ്ടി വരും, അതുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറയണം, ആരെ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയില്ല എന്ന് പറയണം. അപ്പോൾ സച്ചി പറയും, ഇതൊക്കെ നുണ പറയാം, പാർലമെൻറ്റിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും, മോനെ സച്ചി, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, നീ വണ്ടി എടുക്കുക, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്തിന് സ്റ്റേഷനിൽ പോകണം,
മോളെ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കണം, അല്ലാണ്ട് പറ്റില്ല പറയുമ്പോൾ ശ്രുതി ദൈവമേ പെട്ട് ഇവർ സ്റ്റേഷനിൽ പോയി ഉള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്താവില്ല ഈശ്വര. അപ്പോൾ ശ്രുതി പറയാണ് വേണ്ട അങ്ങളെ സ്റ്റേഷനിലേക്കൊന്നും പോകണ്ട, ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് പറയണേ. പരാതി കൊടുത്താവ് അപ്പോൾ ഇനി അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞേക്കണേ പറയണം. അപ്പോൾ സച്ചി പറയുമോ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും, രേവതിയുടെ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഞാൻ പരാതി കൊടുത്തിട്ട് അവരൊരു വാക്ക് പോലും അന്വേഷിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛാ നമുക്ക് അന്വേഷിക്കാം, സുധീനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമ, അവൻ എൻ്റെ ഏട്ടന് എത്ര തല്ലുകൂടിയാലും മഴക്കൂടിയാലും അവൻ എൻ്റെ കൂടെ പറപ്പാന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ്. സച്ചി പറയുമ്പോൾ ശ്രുതിയോട് ചോദിക്കും പരാതി കൊടുത്തല്ലേ മോളെ, നീ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എന്തായെന്നൊന്ന് അന്വേഷിക്കുക പറയും. അപ്പോൾ ശ്രുതി പറയും പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിക്കാൻ നിന്ന അങ്ങളെ വിളിക്കാൻ നിന്ന സമയത്ത് വിളിച്ചതാണ്, അപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയും. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ശ്രുതി നീലിമയുടെ അടുത്താണല്ലോ, നീലിമ അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ശ്രുതി പൈസ കൊണ്ട് വരില്ലേ എന്താ ഉണ്ടാവുക എന്നൊക്കെ അങ്ങനെ നീലിമ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നീലിമയുടെ കൂടെയുള്ള കൊട്ടേഷൻ പറയുന്നുണ്ട്, മാഡം നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ഇനിയിപ്പോൾ ആരും ഇവനെ വന്ന് രക്ഷിക്കൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഇവിടെ കിടത്തിയിട്ട് നമുക്ക് പോവാം, നാളെ രാവിലെ വരാമെന്ന് പറയണം. അപ്പോൾ നീലിമ പറയും ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവ രക്ഷപ്പെട്ടാലോ, അവൻ രക്ഷപ്പെടുകയൊന്നുമില്ല, ഇനിയിപ്പോൾ അഥവാ പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ അവന് ഇതിൻ്റെ ഉള്ളിൽ തീരാനല്ലേ യോഗം, ഞങ്ങൾക്ക് എന്തായാലും രാത്രി 4 അടിക്കണം, അടിച്ചാൽ ഞങ്ങൾക്ക് ഇതാവുള്ളില്ലെങ്കിൽ കയ്യും കാലൊക്കെ വേറെ തുടങ്ങും, ഞങ്ങൾ എന്തായാലും എന്നൊരു കാര്യം ചെയ്യാം. അപ്പോൾ പറയും അതൊന്നും പറ്റില്ല, ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോക്കൊന്നും നടക്കില്ല പറയുമ്പോൾ പറയും എന്നാൽ മാഡം ഇവിടെ നിൽക്കുക, ഞങ്ങൾ 2 അടിച്ചിട്ട് വരാമെന്ന് പറയും. ഒരു 5 മിനിറ്റ് ഇവിടെ അടുത്താണ് പറയും, ഞങ്ങൾ കഴിച്ചിട്ട് വേഗം വരാം, മാഡം ഇവിടെ നിൽക്കുക പറയാം. എന്നാൽ ശരി, നിങ്ങൾ കൂടുതലൊന്നും കഴിച്ചാൽ ഇല്ല, ഒരു 5 6 ലാർജ് 5 6 ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല മാഡം, ഞങ്ങളിപ്പോൾ വരാം, ഒന്നുമില്ലെങ്കിൽ വില അവസാനിപ്പിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ വെള്ളമടിക്കാൻ വേണ്ടി പോയി. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ തകൃതിയായിട്ട് സുധീനെ രക്ഷപ്പെടുത്താനുള്ള ചർച്ചയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇറങ്ങണം എന്ന് പറയാണ്. സച്ചി പറയണ ശരി ഞാൻ എന്തായാലും സുധീനെ അന്വേഷിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ശ്രീകാന്ത് പറയാം ഏട്ടാ ഞാനും വരാൻ പറയുമ്പോൾ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയണം. പറഞ്ഞിട്ട് സച്ചി അങ്ങനെ സുധീനെ അന്വേഷിച്ചിട്ട് ഇറങ്ങണ സമയത്ത് സച്ചിയുടെ മനസ്സിലുണ്ട് ആനന്ദിനെ വിളിച്ച് ആ വിവരം അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും എന്ത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് അറിയാം. അപ്പോൾ ശ്രുതിക്ക് അറിയാം, പക്ഷേ ശ്രുതി പറയാം അറിയില്ല, എന്തെങ്കിലും ഒരു അടയാളം ഒന്നും അറിയില്ല പറയും. അപ്പോൾ സച്ചി പറയും എന്തായാലും ഞാൻ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് വരില്ല പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ ഇവരിങ്ങനെ സച്ചിനെയും കാത്തിരിക്കണം, ശ്രുതിയെ കൊണ്ടുവന്നിട്ട് ആരും ഉറങ്ങിയിട്ടില്ല. രേവതി പറയുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ കിടന്ന് ഉരുകാതെ, നീ ഇങ്ങനെ നടക്കാതെ ഒരു ഭാഗത്തിരിക്കുക, നീ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കുക, പക്ഷേ ശ്രുതിക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാം വേണ്ട എനിക്കൊന്നും ഇറങ്ങില്ല, എനിക്ക് ശ്രുതി വരാതെ എനിക്കൊന്നും ഇറങ്ങില്ല. രേവതി പറയാണ് ഈശ്വര എൻ്റെ മോനെ എവിടെ പോയിന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എനിക്ക് ആകെ തളർന്നു, എനിക്ക് ആകെ പേടിയായിട്ട് വയ്യല്ലോ, അവനൊരു പൊട്ടനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ തളർന്നിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയണ കുഴപ്പമില്ല സച്ചേട്ടൻ പോയിട്ടില്ലേ, സച്ചേട്ടൻ സുധിയേട്ടനെ കൊണ്ട് വരുമെന്ന് പറയണ രേവതി. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വീണ്ടും പറയും എടത്തി ഒരു കാര്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം, എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി ആൻ്റണീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആൻ്റണി ഫോൺ എടുക്കണേ ഇല്ല. അപ്പോൾ ശ്രുതി പറയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞില്ല, അവരെന്തായാലും കണ്ടെത്താമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും അങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മോളെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും ഒരു കാര്യം ചെയ്യാൻ അടുത്ത് വിളിക്കണ്ട, ഞാൻ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തുണ്ടായി എന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ, വല്ല വിവരം കിട്ടിയോന്ന് ഞാൻ ചോദിച്ചു നോക്കാം, ശ്രുതി അടുത്ത് വിഷമിക്കാതിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കാൻ വേണം. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുമ്പോഴാണ് അതിനുള്ള സത്യം പുറത്ത് വരിക, ശ്രുതി പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം അപ്പോഴാണ് തിരിച്ചറിയാൻ പോകുന്നത്. അങ്ങനെ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ റിങ് ചെയ്യണ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ത്രില്ലിങ് ക്ലൈമാക്സ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിൽക്കുന്നത്. നാളത്തെ കഥയുമായി ഞാൻ നാളെ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്